ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിക്വറ്റ്സ്. അതായത് ഇംഗ്ലീഷിൽ USSന് സാധാരണയായിട്ട് ചോദിച്ച് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ് റിക്വസ്റ്റ് എന്നുള്ളത്. അപ്പം അത് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് തന്നെ റിക്വസ്റ്റ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് റിക്വസ്റ്റ്. ഡയറക്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി ആസ്കിങ് ഫോർ സംതിങ്. അതായത് ആരോടെങ്കിലും റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെയാണ് റിക്വസ്റ്റ്. അപ്പം ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നതിനെയാണ് ഡയറക്റ്റ് റിക്വസ്റ്റ് എന്ന് പറയാം. എക്സാമ്പിൾ, ക്യാൻ ഐ ഹാവ് ആൻ ആപ്പിൾ? എനിക്കൊരു ആപ്പിൾ തരാമോ, അല്ലെങ്കിൽ എനിക്കൊരു ആപ്പിൾ എടുക്കാമോ? ആ ഒരു മീനിങ്, അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ തന്നെ അത് ചോദിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് പൊളൈറ്റ് റിക്വസ്റ്റ്. ഫ്രെയിംഡ് പൊളൈറ്റ്ലി ടു ഷോ റെസ്പെക്റ്റ്. അത്യാവശ്യം ബഹുമാനമൊക്കെ കാണിച്ച് നമ്മൾ ഇത്തിരി ഒരു എന്താ പറയുക, ഭയഭക്തിയോടുകൂടി നമ്മൾ ചോദിക്കും. ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും ആ ചോദിക്കുന്നില്ലേ. വുഡ് യു മൈൻഡ് പാസിങ് ദ സോൾട്ട്? ഉപ്പ് ഇങ്ങോട്ടേക്ക് തരുന്നതിൽ വിരോധമുണ്ടോ? അങ്ങനെ നമ്മൾ കുറച്ചും കൂടി പൊളൈറ്റായിട്ട് ചോദിക്കുന്നതാണ് പൊളൈറ്റ് റിക്വസ്റ്റ്. ഓക്കെ, ഇൻഫോർമൽ റിക്വസ്റ്റ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, റിക്വസ്റ്റ് ദാറ്റ്സ് മൈറ്റ് ബി യൂസ്ഡ് വിത്ത് ഫ്രണ്ട്സ് ഓർ ഫാമിലി. നമുക്ക് വളരെയധികം അടുപ്പമുള്ള, അതായത് നമുക്ക് നല്ലോണം ഫ്രീഡം ഉള്ള, നമുക്ക് ഇങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള രീതിയിലൊന്നും സംസാരിക്കേണ്ടാത്ത ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലോടൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നതിനാണ് ഇൻഫോർമൽ റിക്വസ്റ്റ് എന്ന് പറയുക. ക്യാൻ യു ഗെറ്റ് മി എ കപ്പ് ഓഫ് കോഫി? അതായത് ഇപ്പോൾ അമ്മേനോട്, അമ്മ എനിക്കൊരു ഗ്ലാസ് കാപ്പി തരുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് വളരെ ഇൻഫോർമലായിട്ടാണ് അല്ലേ. അങ്ങനെയുള്ള റിക്വസ്റ്റിനെയാണ് ഇൻഫോർമൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, സജസ്റ്റീവ് റിക്വസ്റ്റ്. സജസ്റ്റ് സംതിങ് വിത്തൗട്ട് ഡയറക്റ്റ്ലി ആസ്കിങ് ഫോർ ഇറ്റ്. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് ഒന്നും ചോദിക്കുന്നില്ല, പക്ഷേ അത് കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അത് നിങ്ങളെടുത്ത് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനാണ് സജസ്റ്റീവ് റിക്വസ്റ്റ്. ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് യു ക്ലോസ് ദ ഡോർ. ആ ഡോർ നിങ്ങളൊന്ന് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അതായത് ഒരു സജഷൻ പോലെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അതാണ് സജസ്റ്റീവ് റിക്വസ്റ്റ്. ഫിഫ്ത്ത് വൺ, കമാൻഡ് റിക്വസ്റ്റ്. കമാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ദീസ് ആർ മോർ അതോറിറ്റേറ്റീവ് ആൻഡ് കമാൻഡ് ലൈക്ക് റിക്വസ്റ്റ് ഇൻ നേച്ചർ. നമ്മൾ വളരെയധികം എന്താ പറയുക, ഒരു ആജ്ഞാസ്വരത്തോടു കൂടി പറയാണ് അത് ചെയ്യണം. ഇപ്പം അത് സ്വാഭാവികമായിട്ടും പറയാറുള്ള ആരാണ്? വളരെ മുതിർന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനോട്, അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയിലുള്ളവർ അവരുടെ എന്താ പറയുക, ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ സുപ്പീരിയേഴ്സ് അവരുടെ താഴെക്കടയുള്ളവരോട്, അങ്ങനെയൊക്കെ ഒരു കമാൻഡ് രീതിയിൽ ചോദിക്കുന്ന റിക്വസ്റ്റിനെയാണ് കമാൻഡ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ക്ലോസ് ദ വിൻഡോ പ്ലീസ്. അതായത് ആ വിൻഡോ ക്ലോസ് ചെയ്യൂ. ഇതിപ്പോൾ ഒരു ടീച്ചർ സ്റ്റുഡൻസിനോട് പറയുന്ന പോലെയൊക്കെ ആണെങ്കിൽ ഒരു കമാൻഡ് റിക്വസ്റ്റ് ആണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. ഓക്കെ, ദെൻ കണ്ടീഷണൽ റിക്വസ്റ്റ്. ദീസ് റിക്വസ്റ്റ് ആർ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ ബീങ് മെറ്റ്. അതായത് നിങ്ങൾ ഇന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യൂ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ. ഈഫ് വരുന്നതായിരിക്കും മിക്കവാറും കണ്ടീഷണൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എങ്കിൽ എന്നൊരു മീനിങ് കൂടി വരുന്നത്. എക്സാമ്പിൾ, ഇഫ് യു ആർ ഫ്രീ കുഡ് യു പ്ലീസ് കം വിത്ത് മീ? നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ വരുമോ? കണ്ടീഷനാണ്, അതായത് ഇന്നത് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരുമോ? ആ രീതിയിലൊക്കെയുള്ള റിക്വസ്റ്റിനെയാണ് കണ്ടീഷണൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നോക്കാം, അർജൻറ്റ് റിക്വസ്റ്റ്. അർജൻറ്റ് എന്ന് പറയുന്നത് ദീസ് ആർ റിക്വസ്റ്റ് ദാറ്റ്സ് നീഡ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. അതായത് പെട്ടെന്ന് തന്നെ നടപ്പിലാവേണ്ട റിക്വസ്റ്റാണ്. പെട്ടെന്ന് തന്നെ, പ്ലീസ് കോൾ 100 ഫോർ മീ. ദാറ്റ് മീൻസ് ആ നമ്പറിലേക്ക് എന്നെ ഒന്ന് വേഗം വിളിക്കൂ, അല്ലെങ്കിൽ വളരെ വളരെ പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന റിക്വസ്റ്റിനെയാണ് അർജൻറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓപ്പൺ എൻഡഡ് റിക്വസ്റ്റ്. ദീസ് ലീവ് ദ റെസ്പോൺസ് ഓർ ആക്ഷൻ ഓപ്പൺ വിത്തൗട്ട് സ്പെസിഫൈയിങ് ദ ഡീറ്റെയിൽസ്. അതായത് പെട്ടെന്ന് തന്നെ റെസ്പോൺസ് വേണം, പക്ഷെ നമ്മൾ എന്താവുന്നില്ല, വലിയ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡീറ്റെയിൽസ് സ്പെസിഫൈ ചെയ്യുന്നില്ല. നോക്കാം, കുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോബ്ലം? ഈ പ്രശ്നത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പം തന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ ഒരു ആൻസർ കിട്ടുന്നതാണ്, ഓപ്പൺ എൻഡഡ് ആണ്. അവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം ഇല്ല. Okay, then next one, request for information.
പേരിൽ തന്നെ അറിയാം. ദീസ് റിക്വസ്റ്റ് ആസ്ക് ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം, ഒരു പ്രത്യേക ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനെയാണ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. സാധാരണയായിട്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുമുണ്ട് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. മേ ഐ ഹെൽപ്പ് യു, കുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു ബാങ്ക്, അതായത് ബാങ്കിലേക്കുള്ള വഴി എനിക്കൊന്ന് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് കം വിത്ത് മീ ടു ദ ഓഫീസ്. അങ്ങനെ നമ്മളെന്താണ് ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ഓക്കെ, സോ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് MCQs നോക്കാം. MCQs എന്ന് പറയുമ്പം അത് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് യു പാസ് മീ ദ സാൾട്ട് പ്ലീസ്. USSN 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഹാവ്, ഓപ്ഷൻ ബി ഷുഡ്, ഓപ്ഷൻ സി വെൻ ആൻഡ് ഓപ്ഷൻ ഡി കുഡ്. കറക്റ്റ് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി, കുഡ് യു പാസ് മീ ദ സോൾട്ട് പ്ലീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സെക്കൻഡ് വൺ, ഹൗ വിൽ യു റിക്വസ്റ്റ് യുവർ ഫ്രണ്ട് ഇൻ എ സിറ്റുവേഷൻ ടു ഗീവ് യു കമ്പനി. നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു കമ്പനി വേണം. അപ്പം അവരോട് എങ്ങനെയാണ് അത് ചോദിക്കുക എന്നുള്ളതാണ്. USS 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ, കുഡ് യു ഗീവ് പ്ലീസ്. ഓപ്ഷൻ ബി, വുഡ് യു മൈൻഡ് ഇഫ് ഐ ആസ്ക് യുവർ ഹെൽപ്പ്. ഓപ്ഷൻ സി, പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു കം ഓർ നോട്ട്. ഓപ്ഷൻ ഡി, കൈൻഡ്ലി അലോ മീ ടു ഗോ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു കം ഓർ നോട്ട്. Okay, then next question, which of the following is a command? ഇനി താഴെ പറയുന്നതിൽ ഏതാണ് ഒരു കമാൻഡ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ, കുഡ് യു ക്ലോസ് ദ ഡോർ. ഓപ്ഷൻ ബി, ക്ലോസ് ദ ഡോർ. ഓപ്ഷൻ സി, വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ ഡോർ. ഓപ്ഷൻ ഡി, ക്യാൻ യു ക്ലോസ് ദ ഡോർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്ലോസ് ദ ഡോർ. That is a command. Then fourth question, which of the following is a conditional request? If you are free, could you help me? Option B, close the door. Option C, don't touch that. Option D, would you mind helping me? Correct answer is, if you are free, could you ഹെൽപ്പ് മീ. നമ്മൾ കണ്ടീഷണൽ റിക്വസ്റ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞു സാധാരണയായിട്ട് ഈഫിൻ്റെ ഒപ്പമാണ് നമ്മൾ റിക്വസ്റ്റ് കാണാറുള്ളത്. കണ്ടീഷണൽ റിക്വസ്റ്റ്, അതായത് ഇന്ന് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എങ്കിൽ എന്നുള്ളൊരു ഫ്രേസ് ആ കൂടെ കാണാൻ സാധിക്കാറുണ്ട്. അപ്പം വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുക. താങ്ക്